നമുക്ക് ചില ഓണവിശേഷങ്ങൾ നോക്കാം. ഇന്ന് നക്ഷത്രം മൂലമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓണത്തിന് വിവിധ തരം പ്രത്യേകതകളും ആചാരങ്ങളുമുണ്ട്. അവയിൽ ചിലതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ? ഓണം തുടങ്ങുന്നു എന്ന് പറയുന്ന തൃക്കാക്കരയിൽ ഒന്ന് പോയി അത്തച്ചമയം ആസ്വദിച്ചു. ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും നമ്മൾ കണ്ടു. ഇനി നമുക്ക് തൃശ്ശൂരിലെ പുലികളി നോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ തനതായ ആഘോഷമാണ് പുലികളി. തലമുറകളായി തുടർന്നു വരുന്ന പുലികളിക്ക് പൂരത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം തൃശ്ശൂരിലുണ്ട്. മേലാകെ പുലിയുടെ വരകൾ വരച്ചുവെച്ച് പുലിവേഷം കെട്ടി പരിശീലനം സിദ്ധിച്ച ആളുകൾ കുടവയറും കുലുക്കി ഉടുക്കിന്റെയും തകിലിന്റെയും താളത്തിൽ ചുവടുകൾ വെച്ച് നഗരപ്രദക്ഷിണം നടത്തുന്നു. കറുപ്പും മഞ്ഞയും ചുവപ്പും നിറമുള്ള പുലികൾ 4-ാം ഓണത്തിന് തൃശൂർ നഗരം കീഴടക്കുന്നു. ഈയിടെയായി പെൺപുലികളും സർവ്വസാധാരണമാണ്. ഗണപതിക്ക് മുന്നിൽ നാളികേരം ഉടച്ചാണ് പുലികളി തുടങ്ങുന്നത്. മെയ് വഴക്കവും കായിക ശേഷിയും പുലികളിക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായ സവിശേഷതകളാണ്. ഇരയായ ആടിനെ വേട്ടയാടുന്ന പുലിയും പുലിയെ വേട്ടയാടുന്ന വേട്ടക്കാരനുമാണ് പുലികളിയിലെ കഥാപാത്രങ്ങൾ. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന പുലികളെ കാണാനും വേട്ടക്കാരന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പുലികൾ കാണിക്കുന്ന തന്ത്രങ്ങൾ ആസ്വദിക്കാനുമായി നിരവധി ആളുകൾ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നു. നഗരത്തിലെല്ലാം പുലികൾ നിറയുന്ന ഒരു ദിവസം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള മറ്റൊരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി. വടക്കൻ ദേശക്കാർ ഓണത്തോടനുബന്ധിച്ചാണ് ഇത് ആഘോഷിക്കാറുള്ളത്. പാലക്കാടും വയനാടുമൊക്കെ ഓണത്തപ്പനെ വരവേൽക്കാൻ കുമ്മാട്ടിയും ഉണ്ടായിരിക്കും. തെയ്യവും തിറയും കാവടിയാട്ടവും മയിലാട്ടവും ഒക്കെയായി ഓണനാളുകളിൽ വർണ്ണാഭമാകുന്ന കേരളക്കര ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി തന്നെ ഓണത്തിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നു. കേരളത്തിന്റെ ഏതു ഭാഗത്തും ഓണക്കാലത്ത് പ്രായഭേദമില്ലാതെ ആളുകൾ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന നിരവധി കലാരൂപങ്ങൾ വേറെയുമുണ്ട്. സ്ത്രീകളുടെ ഓണവിനോദങ്ങളിൽ പ്രധാന സ്ഥാനം തിരുവാതിര കളിക്കാണ്. ദേശഭേദമില്ലാതെ ഇപ്പോഴും എല്ലായിടത്തും കണ്ടുവരുന്ന തിരുവാതിരയിൽ ഒരാൾ പാടുകയും ഒപ്പമുള്ളവർ പാട്ടുപാടിക്കൊണ്ട് ചൂടുകൾ വയ്ക്കുകയും ചെയ്യുന്നതാണ്. സ്വാദിഷ്ടമായ ഓണസദ്യയ്ക്ക് ശേഷം 4 കൂട്ടി മുറുക്കി അടുത്തുള്ള വീടുകളിലെ സ്ത്രീകളൊക്കെ ചേർന്ന് കളിച്ചിരുന്ന സംഗീത ലാസ്യ പ്രധാനമായ തിരുവാതിര ഇന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്നാൽ വീടുകളിൽ കളിക്കുക എന്നതൊക്കെ ഇന്ന് തീരെ സാധാരണമല്ല എന്ന് മാത്രം. ഓണക്കാലത്തോടനുബന്ധിച്ച് ഏർപ്പെട്ടിരുന്ന പലതരം വിനോദങ്ങളിൽ സാധാരണമായിരുന്നവയാണ് ഊഞ്ഞാലാട്ടം, പകിടകളി, കിളിത്തട്ട്, നാടൻ പന്തുകളി, ചീട്ടുകളി മുതലായവ. ഓണക്കളികളിൽ ചിലതൊക്കെ മാഞ്ഞുപോയെങ്കിലും പേരുകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കണം. ഞാൻ ഇതിൽ പലതും വായനയിൽ നിന്ന് വായിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ഈ കളികളൊക്കെയും ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മുതിർന്നവരിൽ നിന്ന് കുട്ടികളിലേക്ക് എത്തിയാൽ കുട്ടികളുടെ ഓണക്കാല വിനോദങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു പുലർച്ചയ്ക്ക് സംഘം ചേർന്ന് പൂക്കൾ പറിക്കാൻ ഇറങ്ങിയിരുന്നത്. വീടുകളിലെ തൊടികളിൽ വലിയ വൃക്ഷങ്ങളിൽ മുതിർന്നവർ ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കുന്നതിനായി ആഹ്ലാദത്തോടെ കുട്ടികൾ ഓണക്കാലത്ത് കാത്തിരിക്കുമായിരുന്നു. നാടൻ പന്തുകളി, എട്ടുകളി, എട്ടുകളം, കുട്ടിയും കോലും, കിളിത്തട്ട് മുതലായവയായിരുന്നു അന്നത്തെ കുട്ടികൾ തിമിർത്ത് ഉല്ലസിച്ച് ആനന്ദിച്ചിരുന്ന കളികൾ. വാസ്തവത്തിൽ ഈ കളികളൊന്നും തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കാറുമില്ല. അവർക്ക് അറിയുക പോലും ഉണ്ടായിരിക്കില്ല. ഈ പഴയകാല കളികളുടെയും വിനോദങ്ങളുടെയും ഒക്കെ പേരുകൾ പോലും അവർക്ക് തികച്ചും അപരിചിതങ്ങളായിരിക്കും. എങ്കിലും ഇതൊക്കെ ഓർമ്മയിൽ സൂക്ഷിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറ നമ്മളുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. ഇന്നിപ്പോൾ വേഗതയുടെ ഈ കാലത്തും നമുക്കായി പോയകാല വിനോദങ്ങളെ ഓർമ്മിപ്പിക്കാനും അതൊക്കെ ആസ്വാദ്യമാക്കാനും പൊതുജന കൂട്ടായ്മകളും ക്ലബ്ബുകളും മാധ്യമങ്ങളും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഓണപ്പൂക്കള മത്സരങ്ങളിൽ തുടങ്ങി കലാകായിക മത്സരങ്ങളിലും പായസമേളകളും പുതിയ സിനിമകളും ഒക്കെയായി ഓണക്കാലം നമുക്ക് മുന്നിൽ നിറഞ്ഞാടുന്നു. ഓണം എന്നത് കൂട്ടായ്മയുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള വിനോദങ്ങളും കളികളും പ്രവർത്തനങ്ങളുമാണ് ഓണക്കാലത്തിന്റെ സവിശേഷത. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എന്തിലും ഈ ഒരു ഐക്യം കാണാവുന്നതാണ്. ഓണസദ്യ, ഓണാഘോഷങ്ങൾ, ഓണക്കളികൾ, മേളങ്ങൾ എല്ലാം തന്നെ ഒരു കൂട്ടം ആളുകൾ ഒരുമിക്കുന്നതാണ്.
മറ്റൊരാഘോഷത്തിലും ഇത് നിങ്ങൾക്ക് കാണാനാവില്ല. ശരിയല്ലേ?